ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ ഗൈസ്. അപ്പം ഞാൻ വീണ്ടും ഒരു കൊച്ചി വീഡിയോ ആയിട്ട് വന്നതാണ് കേട്ടോ. ഇന്ന് ഡൈമ ലൈഫായിട്ടാണ് വന്നത് കേട്ടോ. എല്ലാവർക്കും സുഖമാണ് ഗൈസ്, ഇവിടെ എല്ലാവർക്കും സുഖമാണ് കേട്ടോ. നമ്മുടെ അമ്മയ്ക്ക് വയ്യ, എന്നാൽ അമ്മ കൊച്ചു കൊച്ചു ജോലിയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. കണ്ട അമ്മ ഇങ്ങനത്തെ പറ്റുന്ന ജോലിയെല്ലാം അമ്മ ചെയ്തു തരാറുണ്ട് കേട്ടോ. എനിക്ക് ഒത്തിരി ജോലിയൊക്കെ ഉള്ളതുകൊണ്ട് അമ്മയ്ക്ക് വയ്യാത്തതുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് അമ്മ ഇതുപോലത്തെ ജോലിയെല്ലാം എനിക്ക് ഇന്ന് ഹെൽപ്പ് ചെയ്ത് തരാറുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ പാത്രമെല്ലാം ചായ ഉണ്ടാക്കുന്ന പാത്രം മറ്റ് പാത്രങ്ങളിലൂടെ ഞങ്ങൾ കവുത്തി വയ്ക്കാറ്. അപ്പോൾ അമ്മ അവിടെ എല്ലാം അങ്ങ് തുണി കൊണ്ടങ്ങ് നനഞ്ഞ തുണി കൊണ്ടൊക്കെ ഇങ്ങ് തുടയ്ക്കുക കേട്ടോ. ഞാൻ അധികം തുടയ്ക്കാൻ നിൽക്കത്തില്ല, അമ്മയാണ് ഈ പണിയെല്ലാം ചെയ്യുന്നത് കേട്ടോ. പിന്നെ അതുപോലെ ഇരുന്നിട്ട് പച്ചക്കറിയെല്ലാം മുറിച്ച് തരും, അങ്ങനത്തെ ജോലിയെല്ലാം ചെയ്യും കേട്ടോ. അതുപോലെ ഈ കുഞ്ഞു ടേബിളും കൂടി അമ്മ അങ്ങ് തുടച്ച് വൃത്തിയാക്കി തരാണ് കേട്ടോ. കണ്ടോ, വാക്കറി പിടിച്ചോണ്ടാണ് നടക്കുന്നത്. വാക്കറില്ലാതെ അമ്മയ്ക്ക് പറ്റത്തില്ല. അമ്മയ്ക്ക് കാല് നല്ല പെയിന്, കൈകാലൊക്കെ നല്ല പെയിനാണ് കേട്ടോ. അതുകൊണ്ട് അമ്മയ്ക്ക് എന്താ പറയുന്നത്, നല്ല ഫുൾ മരുന്ന്. ആ കാണുന്ന 2 ബോക്സിൽ ഫുൾ മരുന്നാണ്. ഈ ബോക്സിലും വേറെ ബോക്സിലും മരുന്നുണ്ട് കേട്ടോ. മരുന്ന് നിർത്താനേ പറ്റത്തില്ല. എനി ടൈം മരുന്ന് കഴിക്കണം. 3 നേരം മരുന്നുണ്ട് കേട്ടോ. മരുന്ന് ഫുഡ് ഉണ്ടാക്കിയില്ലെങ്കിലും കറി ഉണ്ടാക്കിയില്ലെങ്കിലും മരുന്നില്ലാതെ അമ്മയ്ക്ക് പറ്റത്തേ ഇല്ല. എന്നും മരുന്ന് വേണം. അതുകൊണ്ട് ഞങ്ങൾ മുടങ്ങാതെ മരുന്ന് മേടിക്കും. ഒരു ദിവസം ഉണ്ടാകുമ്പോൾ തന്നെ ഞങ്ങൾ ഫുഡ് മേടിക്കാറുണ്ട്. അതുകൊണ്ട് ഇതിലും കുറേ മരുന്നുണ്ട്. തൈറോയ്ഡ്, അതുപോലെ പിന്നെ കുറേ പ്രശ്നങ്ങൾ അമ്മയ്ക്കുണ്ട് കേട്ടോ. എക്സെട്ര പ്രശ്നങ്ങൾ ഒത്തിരി ഉണ്ടെന്ന് വെച്ചാൽ ഒത്തിരി ഉണ്ട്. അപ്പോൾ അമ്മയ്ക്ക് മരുന്നെല്ലാം കൃത്യമായിട്ട് ഇങ്ങ് കൊടുക്കണം. പിന്നെ ഇത് വെള്ളച്ചോറാണ് കേട്ടോ. ഇന്നലെ ഉണ്ടാക്കിയ വെള്ളച്ചോറാണ്. അപ്പോൾ വെള്ളച്ചോറൊന്നും നമ്മുടെ അച്ഛൻ കഴിക്കട്ടോ. അമ്മക്ക് അധികം കഴിക്കത്തില്ല, പിന്നെ ഞാനും വെള്ളച്ചോറ് അധികം കഴിക്കത്തില്ല. ഇഷ്ടമുള്ളതുകൊണ്ടല്ല കഴിക്കത്തില്ല, അച്ഛന് വേണ്ടി എടുത്ത് വയ്ക്കുന്നുണ്ടോ. അപ്പോൾ പിന്നെ അതെല്ലാം ഈ പാത്രമൊന്നും കഴുകിയിട്ടില്ല കേട്ടോ. ഒത്തിരി പാത്രങ്ങൾ ഇങ്ങനെ കശവിശാന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അരി എടുക്കാൻ പോകണ്ടോ. രാവിലേക്ക് ചോറ് വയ്ക്കാൻ അരി എടുക്കാൻ പോകാം. രാവിലെ ഉച്ചയ്ക്ക് സെപ്പറേറ്റ് ആയിട്ട് ചോറ് വയ്ക്കും കേട്ടോ. രാവിലേക്ക് മാത്രം. ഉച്ചയ്ക്ക് പിന്നെ എങ്ങോട്ടെങ്കിലും പുറത്ത് പോവുകയാണെങ്കിൽ മാത്രമേ പിന്നെ രാവിലത്തെയും ചേർത്ത് ഉച്ചയ്ക്കും ചേർത്ത് രാവിലെ വയ്ക്കത്തുള്ളൂ. അല്ലാത്തപ്പോഴൊക്കെ ഞങ്ങൾ രാവിലെയും ഉച്ചയ്ക്കും സെപ്പറേറ്റ് ആയിട്ട് വയ്ക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ അതാ ഒരു ഗ്ലാസ് എടുത്തിട്ട്, ഒരു ഗ്ലാസ് എന്ന് വെച്ചാൽ കറക്റ്റായിരിക്കും, രാവിലത്തേക്ക് കറക്റ്റായിരിക്കും. അച്ഛന് വെള്ളച്ചോറിൻ്റെ, എനിക്ക് അമ്മയ്ക്ക് വൗസിനും കൂടി കറക്റ്റായിരിക്കും. എന്നാലും കുറച്ച് ചോറൊക്കെ ഇങ്ങ് ബാലൻസൊക്കെ ഇങ്ങ് വരും. അപ്പം ഞങ്ങളത് വെള്ളം നല്ലോണം തിളച്ചും പറയുന്നുണ്ട് കേട്ടോ. നല്ല വിറകാണ് വെച്ചേക്കുന്നത്, നല്ല അടിപൊളി വിറകാണ് വെച്ചേക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് വെള്ളമൊക്കെ തിളച്ചു കേട്ടോ. ഇത് വേവുള്ള അരിയാണ്, നല്ല ജയ അരി, AST അരി പെട്ട അരിയാണ്. പക്ഷേ പെട്ടെന്ന് വേഗവും ചെയ്യും കേട്ടോ. പക്ഷെ കാണുമ്പോൾ വേഗാത്ത പോലെ നല്ല വലിയ അരിയാണ്. പക്ഷേ വേഗം 3/4 മണിക്കൂർ കൊണ്ട് ചോറ് ഇങ്ങ് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിന് കുറച്ച് വലിയ വിറക് വയ്ക്കും. കാരണം റേഷൻ കടയിൽ നിന്ന് കിട്ടിയ അരി തന്നെയാണ്, പക്ഷെ എന്നാലും അതിനേക്കാൾ കുറച്ച് വേവുള്ളതാണ്. ഒരു 3/4 മണിക്കൂറൊക്കെ ഇങ്ങ് വേഗം, എന്നാലും പെട്ടെന്ന് വേഗം കേട്ടോ. മറ്റേ അരി പോലെ 2 മണിക്കൂറൊന്നും വേകേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അരിയെല്ലാം ഇട്ട് കഴിഞ്ഞിട്ടോ. ഇതിൽ കുറച്ചുകൂടി ഉണ്ട്, അതും കൂടി ഞാൻ ചൂടുള്ള ഒഴിച്ചിട്ട് ഇങ്ങനെ ഒലമ്പി ഒഴിക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലത്തെ ചോറിനുള്ള അരിയൊക്കെ ആയി കഴിഞ്ഞിട്ട് ഇപ്പോൾ സമയം എത്ര 8 മണിയൊക്കെ ആയിട്ട് വന്ന് നമ്മുടെ വാവസിന് ലീവാണ്. എക്സാം ആയതുകൊണ്ട് ലീവാണ്, ക്ലാസ്സൊന്നും ഇല്ല കേട്ടോ. ഫെബ്രുവരി ലാസ്റ്റ് മുതൽ ലീവ് തന്നെ. എക്സാം ഡേയ്സ് മാത്രം ഇങ്ങനെ പോകും. അത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ലീവ് തന്നെ. അപ്പോൾ അതായിട്ട് നമ്മുടെ സുന്ദരി കുട്ടീൻ്റെ അടുത്ത് വന്നിട്ടോ. അമ്മയ്ക്ക് വർക്കൗട്ടിങ് ചെയ്ത് കൊടുക്കണ്ട, എക്സസൈസ്. ഡോക്ടർ ഇങ്ങനെ കൈകാലൊക്കെ ഇങ്ങോട്ടേക്ക് ഇങ്ങനെ അനക്കാൻ പറഞ്ഞു കേട്ടോ. അമ്മയ്ക്ക് ഈ ഡിസ്കിൻ്റെ പ്രശ്നം, പിന്നെ കൈ പൊങ്ങാത്തതിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ട് കേട്ടോ. ഫസ്റ്റ് അമ്മ വീണിട്ട് കൈ കുറേ മാസങ്ങൾ ബാൻഡേജൊക്കെ ഇട്ടായിരുന്നു. അതുപോലെ കാലും വീണ്ടും ബാൻഡേജൊക്കെ ഇട്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ കൈയും പാടാണ്, നടക്കാനും പാട് തന്നെ. അതുപോലെ തന്നെ മുടിയൊന്നും കെട്ടാൻ പറ്റത്തില്ല, മുടിയൊക്കെ കെട്ടാൻ ഭയങ്കര പാടാനൊക്കത്തില്ല. അപ്പോൾ ഇതുപോലെ നമുക്ക് അറിയുന്ന പോലെ കുറച്ച് എക്സസൈസൊക്കെ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞ് കാണിച്ചു തന്നായിരുന്നു. അപ്പോൾ അതുപോലെ ഇങ്ങനെ ചെയ്ത് കൊടുക്കാണ്ടോ. എന്നിട്ട് അമ്മ നല്ല പെയിൻ ഉണ്ട് കേട്ടോ. ഒരുപാടൊന്നും ആക്കാൻ പറ്റത്തില്ല, പയ്യെ ഒരുവിധം ഇങ്ങനെ ആക്കാൻ അമ്മ മരുന്ന് കഴിച്ച് ഫുൾ നീരാണ് കേട്ടോ ശരീരത്ത്. ഒത്തിരി മരുന്ന് കഴിക്കല, നീരെന്ന് വെച്ചാൽ നല്ല നീരുണ്ട്. കയ്യിൽ ഇങ്ങനെ കാണുന്നവർക്ക് കുഴപ്പമില്ല, പക്ഷെ അമ്മയ്ക്ക് ഫുൾ ബോഡി പ്രശ്നം മാത്രമേ ഉള്ളൂ. ഒന്നും ജോലി ചെയ്യാൻ പറ്റത്തില്ല. അമ്മയുടെ കാര്യം പോലെ അമ്മയ്ക്ക് നേരെ ചെയ്യാൻ പറ്റത്തില്ല. മുടിയൊന്നും ചെയ്യാൻ പറ്റത്തില്ല. മുടിയൊക്കെ ഞാൻ കെട്ടിക്കൊടുക്കണം, എന്നാലേ അമ്മയ്ക്ക് ഇതാവത്തുള്ളൂ. നമ്മളെങ്ങോട്ടെങ്കിലും പുറത്ത് പോകുകയാണെങ്കിൽ ഭയങ്കര പാടാണ്. മുടിയൊക്കെ മുടി കെട്ടിക്കൊടുത്ത് നമ്മൾ ഏകദേശം എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുത്തിട്ടാണ് പുറത്തെല്ലാം പോകണം കേട്ടോ. അപ്പം അങ്ങനെ നമ്മുടെ ചോറൊക്കെ റെഡി ആയി കഴിഞ്ഞിട്ടോ. രാവിലത്തേക്ക് ചോറ് റെഡിയായി വാർത്ത് വെച്ചു കേട്ടോ.
നെക്സ്റ്റ് വന്നിട്ട് ഞാൻ അമ്മയ്ക്ക് വെള്ളം വെച്ചിട്ട് അമ്മയ്ക്ക് ചൂട് ഈ നല്ല ചുട്ട് കൊള്ളുന്ന വെയിലാണ് കേട്ടോ. ചുട്ട് കൊള്ളുന്ന വെയിലെന്ന് വെച്ചാൽ നല്ല വെയിലുണ്ട്. പാലക്കാട് പിന്നെ പറയേ വേണ്ടല്ലോ, നല്ല ചൂടാണല്ലോ. പക്ഷെ അമ്മയ്ക്ക് ചൂടുവെള്ളം ഇല്ലാതെ പറ്റത്തേയില്ല. ഈ ചുട്ട് കൊള്ളുന്ന ചൂടിലാണെങ്കിൽ അമ്മയ്ക്ക് പച്ചവെള്ളം യൂസ് ചെയ്യാൻ പറ്റത്തില്ല. വാദത്തിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് തരിപ്പൊക്കെ പെട്ടെന്ന് കയറാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പച്ചവെള്ളം അമ്മയ്ക്ക് പറ്റത്തില്ല. അമ്മയ്ക്കെല്ലാം ചൂടുവെള്ളം തന്നെ. തലമുടിയിൽ പോലും അമ്മ ചെറുതായിട്ട് ചൂടുവെള്ളത്തിലെങ്ങ് ഒഴിക്കും. ചില സമയം മാത്രമേ പച്ചവെള്ളത്തിൽ യൂസ് ചെയ്യത്തുള്ളൂ. പിന്നെ അതിൽ ഒത്തിരി പാത്രമൊക്കെ കഴുകാനുണ്ട് കേട്ടോ. രാവിലെ വാവസ് സ്കൂളില്ലാന്ന് വെച്ചപ്പോൾ എനിക്കും കുറച്ച് ലേറ്റായി. പിന്നെ നമ്മുടെ മുതലമടയിലിപ്പോൾ മാങ്ങ സീസണാണല്ലോ. മാങ്ങ സീസൺ എന്ന് വെച്ചാൽ മാംഗോ സിറ്റി ആണല്ലോ നമ്മുടെ മുതലമട. എങ്ങനെ ചെന്നാലും മാങ്ങ കിട്ടും. അപ്പോൾ അച്ഛൻ അങ്ങ് മാങ്ങ കൊണ്ടുവന്നു കേട്ടോ. അപ്പം അങ്ങനെ പുള്ളി മാങ്ങ മധുരമുള്ള മാങ്ങ കേട്ടോ. നല്ല ടേസ്റ്റൊക്കെ ഉണ്ട്. മഞ്ഞ നിറയെ കാണുന്നുണ്ട്. അമ്മ മുറിക്കുമ്പോൾ ഞാനിങ്ങനെ എടുത്ത് കഴിച്ച് തീർക്കും കേട്ടോ. ഇപ്പോൾ വീഡിയോ എടുക്കുന്നുണ്ട് എടുത്തില്ല. അല്ലെങ്കിൽ ഞാൻ മിക്കവാറും ഈ അച്ചാറൊക്കെ ഇടുമ്പോൾ ഇങ്ങനെ എടുത്തെടുത്ത് തീർക്കും കേട്ടോ. നല്ല ടേസ്റ്റുള്ള മാങ്ങ. എനിക്ക് മാങ്ങയിൽ ഒത്തിരി ഇഷ്ടമുള്ള മാങ്ങ. പച്ച കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള ഈ പങ്ങനപ്പുള്ളി മാങ്ങ കേട്ടോ. നല്ല ചെനഞ്ഞ പോലത്തെ ആ സമയത്ത് നല്ല മൂത്ത് ചെനഞ്ഞ ആ സമയത്ത് കഴിക്കണം. നല്ല ടേസ്റ്റാണ്, നല്ല മധുരം കേട്ടോ. അപ്പം അങ്ങനെ അച്ചാറിനെല്ലാം മുറിച്ച് അമ്മ സെറ്റാക്കി തന്നു കേട്ടോ. അച്ചാറിന് ഇതുപോലെ അമ്മ പറഞ്ഞില്ല, അമ്മയ്ക്ക് വയ്യാത്തതുകൊണ്ട് അമ്മ വേറെ ജോലി ചെയ്യത്തില്ല. ഇതുപോലെ ഇരുന്ന് അച്ചാറിനുള്ളത് മുറിച്ച് തരും, പച്ചക്കറി മുറിച്ച് തരും, അങ്ങനത്തെ ജോലിയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അമ്മ അതെല്ലാം മുറിച്ച് സെറ്റാക്കി തന്നു. അപ്പോൾ നെക്സ്റ്റ് ഞാൻ അച്ചാർ ഉണ്ടാക്കാൻ പോകണം കേട്ടോ. അച്ചാർ നമ്മൾ കടുകെല്ലാം പൊട്ടിച്ചിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ അതാകുമ്പോൾ 2 ദിവസം ആയാലും കേട് വരത്തില്ല. നമ്മൾ ചുമ്മാ കടുകൊന്നും പൊട്ടിക്കാതെ എണ്ണയൊന്നും ഒഴിക്കാതെ നമ്മൾ ചുമ്മാ മുളക് പൊടിയും ഉപ്പൊക്കെ ഇട്ടാൽ പെട്ടെന്ന് കയറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും അച്ചാർ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെയൊക്കെ കടുകെല്ലാം പൊടിച്ച് കറിവേപ്പില പിന്നെ ഉലുവാപ്പൊടി വെന്തയപ്പൊടിയൊക്കെ ഇട്ടിട്ടേ വെക്കാറുള്ളൂ. നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഇത്തിരി നല്ല ചൂടാക്കിയ കുറച്ച് വെന്ത പോലെ ആവും. അച്ഛൻ അങ്ങനെയാക്കാൻ ഒത്തിരി ഇഷ്ടം കേട്ടോ. എനിക്കിഷ്ടമാണ്. ഈ മാങ്ങ പിന്നെ അച്ചാറിട്ടാൽ പറയേ വേണ്ട, ചുമ്മാ തന്നെ എടുത്ത് കഴിക്കും കേട്ടോ. അത്രയും ടേസ്റ്റാണ്. ഹൗസിന് വല്ലപ്പോഴേ കഴിക്കത്തുള്ളൂ. അമ്മ അധികം കഴിക്കത്തില്ല കേട്ടോ. ഞാനൊക്കെ കൂടുതൽ അച്ചാർ കഴിക്കും. അത് ഈ മാങ്ങ ഇട്ടാൽ മാത്രമേ കഴിക്കത്തുള്ളൂ കേട്ടോ. വേറെ മാങ്ങയൊന്നും അധികം കഴിക്കത്തില്ല. ഇത് മധുരമുള്ളതുകൊണ്ട് ഞാൻ ഇങ്ങനെ എടുത്തെടുത്ത് കഴിക്കും കേട്ടോ. അതുകൊണ്ട് അമ്മയോട് ഞാൻ വലുതായിട്ട് മുറിക്കാൻ പറഞ്ഞു. അച്ചാറിന് കുഞ്ഞുങ്ങളെ ഇവിടെ വലുതായി മുറിക്കുന്നത് ഒത്തിരി ഇഷ്ടം കേട്ടോ. വല്ല കഷ്ണം പീസായിട്ട് വലിയ പീസായിട്ട്. അപ്പോൾ അതേപോലെ തന്നെ അമ്മ അങ്ങ് മുറിച്ച് തന്നു. അപ്പോൾ എണ്ണയൊക്കെ ഇട്ട് കടുകൊക്കെ പൊട്ടിച്ചിട്ടോ. കടുക് ഇങ്ങ് പൊട്ടി വരുന്നുണ്ട്. ഞാൻ കുറച്ച് ലോങ്ങ് നിൽക്കും, അല്ലെങ്കിൽ നല്ലോണം കയ്യിലൊക്കെ പൊട്ടിത്തെറിക്കും. അപ്പോൾ ഇവിടെ എല്ലാ സംഭവവും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെന്താ ഉപ്പ്, ഉലുവാപ്പൊടിയൊക്കെ ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. വെന്തയം കായം വന്നിട്ട് പൊടി കഴിഞ്ഞു. പിന്നെ കട്ടയാണ് കേട്ടോ. അപ്പോൾ പിന്നെ അത് വറുത്തിട്ട് പൊടിക്കാൻ നിന്നില്ല. അപ്പോൾ അതുകൊണ്ട് അത് ഇടുന്നില്ല. ഉലുവ പൊടിയൊക്കെ ഇങ്ങനെ ചേർത്തിട്ട് ഇടുന്നത് എല്ലാം കൂടി ഒരു അടപ്പിലിങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാകുമ്പോൾ എണ്ണയിലിങ്ങനെ ഇട്ട് കടുക് പൊട്ടിച്ചിട്ട് അതിൽ തന്നെ ഇട്ടാൽ മതിയല്ലോ എന്ന് വെച്ചാൽ ഒരു പാത്രത്തിൽ തന്നെ ഇങ്ങ് ആക്കി കേട്ടോ. ഇല്ലെങ്കിൽ ഓരോന്ന് ഇടുമ്പോഴത്തേക്ക് മുളകൊടിയൊക്കെ ഇങ്ങനെ കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. രാവിലത്തെ സ്പെഷ്യലാണ്. രാവിലെ ചോറിന് അച്ചാറൊക്കെയാണ് കഴിക്കുന്നത്. ഉച്ചയ്ക്കൊക്കെ വേറെ കറി ഉണ്ടാക്കത്തുള്ളൂ. രാവിലെ മോരൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കൂട്ടിയാണ് കഴിക്കാൻ പോണേ. അപ്പോൾ ഞാൻ എണ്ണയിൽ ആ മുളക് പൊടി, ഉപ്പ്, പിന്നെ എന്താ സംഭവം ഉലുവാപ്പൊടി, മഞ്ഞൾപ്പൊടി എല്ലാ സംഭവം ചേർത്തിട്ടോ കരയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എല്ലാം കൂടെ ഒരുമിച്ചിട്ട്, ഇല്ലെങ്കിൽ ഓരോന്ന് ഇടുമ്പോഴത്തേക്കും കരിഞ്ഞിങ്ങ് പോകും. അതുകൊണ്ട് അങ്ങനെ ഇട്ടോട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അച്ചാർ മാങ്ങ മുറിച്ചെല്ലാം അങ്ങ് വാരി ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഏകദേശം നമ്മുടെ അച്ചാർ റെഡിയായി കഴിഞ്ഞു. ഏകദേശം എല്ലാം നല്ലവണ്ണം റെഡിയായി കഴിഞ്ഞു കേട്ടോ. ഞാനൊക്കെ ഒത്തിരി കഴിച്ച് ടേസ്റ്റ് നോക്കിയിട്ടാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. മാങ്ങ എന്ന് വെച്ചാൽ എനിക്ക് ഒത്തിരി ഇഷ്ടമെന്ന് വെച്ചാൽ ഈ മാങ്ങ ഒത്തിരി ഇഷ്ടം കേട്ടോ. ഈ മാങ്ങ നല്ല വേറെ ലെവലാണ്. പങ്ങനപ്പള്ളി മാങ്ങ എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. ചെനയാണ്. അപ്പോൾ പച്ച മാങ്ങ കഴിക്കുന്നതിന് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ അച്ചാറൊക്കെ റെഡിയായി കഴിഞ്ഞിട്ട് ഈ അച്ചാർ 2 ദിവസമൊക്കെ നിൽക്കും കേട്ടോ. നമ്മൾ ചൂടാക്കിയൊക്കെ വെക്കുന്നതുകൊണ്ട് കേട് വരത്തില്ല. നമ്മൾ ചുമ്മാ മാങ്ങയെല്ലാം മുറിച്ചിട്ട് മുളകൊടിയൊക്കെ ഇട്ടാൽ പെട്ടെന്ന് കേട് വരും കേട്ടോ. ഇത് ഹൗസ് സ്കൂളിലാത്തതുകൊണ്ട് ജോലി ഒന്നും ആയിട്ടില്ല. പയ്യെ ഉറങ്ങി എണിച്ച്. നെക്സ്റ്റ് ഞാൻ അച്ചാറിങ്ങ് കഴിക്കാൻ പോവാണ് കേട്ടോ. കണ്ടോ, നല്ല ടേസ്റ്റ്. എനിക്ക് കാണുമ്പോൾ തന്നെ എൻ്റെ വായിലൂടെ വെള്ളം ഊറി വരുന്നുണ്ട്. നല്ല ടേസ്റ്റ് എന്ന് വെച്ചാൽ നല്ല ടേസ്റ്റാണ്. എനിക്കിങ്ങനെ പണ്ടൊക്കെ എന്താ പറയുന്നത്, കിളിമൂക്ക് മാങ്ങ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ അമ്മക്കല്ലിൽ കുത്തി ചതച്ചുകൊണ്ട് നമ്മൾ മുളക് പൊടി ഉപ്പൊക്കെ ഇട്ട് കഴിക്കുന്നുണ്ടോ. പക്ഷേ ഈ മാങ്ങ ഇങ്ങനെ കഴിക്കുന്നത് നല്ല ടേസ്റ്റ് കേട്ടോ. മുളക് പൊടി ഉപ്പിടുന്നേക്കാളും ഇങ്ങനെ അച്ചാറിൻ്റെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ്. ആ മധുരവും പിന്നെ ഉപ്പ് പിന്നെ എണ്ണ, കറിവേപ്പില, ഉലുവപ്പൊടി ഇതൊക്കെ ചേരുമ്പോൾ വേറെ ലെവലാണ്. നല്ല ടേസ്റ്റ് എന്ന് വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ.